എമ്പുരാൻ വിവാദം ബി.ജെ.പിയിൽ പുകയുകയാണ്. സെൻസർ ബോർഡിലെ RSS നോമിനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. സെൻസർ ബോർഡിലെ RSS നോമിനിയായ GM മഹേഷുമായി VS രഞ്ജിത്ത് ഫോണിൽ സംസാരിച്ചു. സെൻസർ ബോർഡിൽ നിയമപരമായി പരിമിതികളുണ്ടെന്നാണ് ബോർഡ് അംഗം GM മഹേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനുള്ള അധികാരം അംഗങ്ങൾക്കില്ല. നിയമാവലി അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. സിനിമയുടെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നതിലും നിയന്ത്രണമുണ്ടെന്നും GM മഹേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം അത് കേൾക്കാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ട് സെൻസർ ബോർഡ് മുമ്പ് നമുക്ക് വേണ്ട പരിമിതികളുണ്ട്. അതാണ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ അതിനകത്ത് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില ഭാഗങ്ങൾ നമ്മൾ സെൻസർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ആ സെൻസർ ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുകയും ചെയ്യും. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. സെൻസർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇതാണ് സിനിമ. സെൻസർ ചെയ്ത് കഴിഞ്ഞ ഉടനെ നാട്ടുകാരോടും എല്ലാവരോടും പോയി നമുക്ക് ഈ വിഷയം ഈ സിനിമയിൽ ഇന്നതാണ് ഇന്ന കട്ട് ചെയ്യേണ്ടതാണ് ഇന്ന കാര്യമാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്. ഇതൊരു നമ്മൾ ചെയ്യുന്നതൊരു ഒരു ബോർഡ് പ്രധാനപ്പെട്ട വളരെ ഗൗരവമേറിയ വലിയൊരു വ്യവസായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന്റെ നമ്മൾ ചെയ്യുന്ന ഒരു കോൺഫിഡൻഷ്യലായി ചെയ്യുന്ന ഒരു തൊഴിലാണ്. നമ്മൾ ഓൾറെഡി തന്നെ സെൻസറിംഗിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നുകൊണ്ട് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഹരിയസ് കർത്തയുടെ ഭാര്യ സ്വരൂപ കർത്തയും റോഷ്നിയുമാണ് സെൻസർ ബോർഡിലെ BJP വനിതാ നോമിനികൾ. VS രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇതിലിപ്പോൾ സെൻസർ ബോർഡിലെ അംഗങ്ങൾ പറയുന്നത് അവർക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ഭാഗം കട്ട് ചെയ്യാൻ നിയമം അനുശാസിക്കുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതിൻ്റെ ഉള്ളടക്കം BJP നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിലും പരിമിതി ഉണ്ടായിരുന്നു എന്നതാണ് സാങ്കേതികമായി അവർ നൽകുന്ന വിശദീകരണം. പക്ഷേ അത് സംഘപരിവാർ ഗ്രൂപ്പുകളെ, പ്രത്യേകിച്ച് എമ്പുരാൻ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സംഘപരിവാർ സംഘടനകളെ ഇവരുടെ മറുപടി തൃപ്തിപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ ഉണ്ണി, ഈ സിനിമ 4 പേരടങ്ങുന്ന സെൻസർ ബോർഡ് അംഗങ്ങളാണ് ഈ സിനിമ കണ്ടത്. ഇനി സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി കണ്ടിട്ടുള്ളത്. അതിൽ ഒരാൾ സർക്കാർ നോമിനിയായിട്ടുള്ള മഞ്ജു ഹാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. മറ്റു 3 പേരും RSSO BJPയോ നോമിനേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അതിൽ ഒരാളാണ് തപസ്യയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള GM മഹേഷ് എന്ന് പറയുന്നത്. മറ്റൊരാൾ ഗവർണറുടെ മീഡിയ സെക്രട്ടറി ആയിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഹരിയസ് കർത്തയുടെ ഭാര്യ സ്വരൂപ കർത്തയാണ്. മറ്റൊരാൾ റോഷ്നിയാണ്. ഈ റോഷ്നിയും BJPയുടെ ഒരു മുൻ ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 പേരുമാണ് ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർ BJP പശ്ചാത്തലമുള്ളവരല്ല എന്നുള്ളതാണ് ഇന്നലെ K. സുരേന്ദ്രൻ യോഗത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഇതിൽ ഹരിയസ് കർത്തയുടെ ഭാര്യയും അതുപോലെ തന്നെ റോഷ്നിയും ഒക്കെ BJPയുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും GM മഹേഷ് RSSന്റെ സാംസ്കാരിക സംഘടനയായിട്ടുള്ള തപസ്യയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ABVPയുടെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. ആ രീതിയിലാണ് അദ്ദേഹത്തിന് സെൻസർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ സിനിമയിൽ വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഒരു സെൻസർ ബോർഡ് അംഗം വിചാരിച്ചാൽ കഴിയില്ല. പഴയ പോലെ സെൻസറിംഗ് അല്ല ഇപ്പോൾ നടക്കുന്നത്. കേവലം സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ നിയമാവലിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ, കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഇവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം BJPക്കകത്ത് കോർ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടത് ഇത്തരത്തിൽ RSS BJP നോമിനികളായി സെൻസർ ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്ര BJP വിരുദ്ധമായ കാര്യങ്ങൾ ആ പടത്തിലുണ്ട്, ആ ചിത്രത്തിലുണ്ട് എന്ന കാര്യം എന്തുകൊണ്ടാണ് നേതൃത്വത്തെ അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ്. അത് ന്യായമായ ചോദ്യമാണ്. കാരണം BJPയും RSSും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇപ്പോൾ GM മഹേഷ് പറയുന്നത് അങ്ങനെ ഒരു സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ച് ആരോടും നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ആ സിനിമ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതിൻ്റെ ഉള്ളടക്കം ചോർന്നു പോവാതെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത ഈ സെൻസർ ബോർഡ് അംഗം എന്ന രീതിയിൽ തനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കഥയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ആരോടും സംസാരിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ 3 സെൻസർ ബോർഡ് അംഗങ്ങളും ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. പക്ഷേ GM മഹേഷിൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. GM മഹേഷിനോട് ഈ കാര്യങ്ങളിൽ RSSും BJPയും ഒക്കെ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. GM മഹേഷിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. അക്കാര്യത്തിൽ നിയമപരമായി തനിക്ക് പരിമിതികളുണ്ട്, തനിക്ക് മാത്രമല്ല ഒരു സെൻസർ ബോർഡ് അംഗത്തിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. VS രഞ്ജിത്താണ് സെൻസർ ബോർഡ് അംഗങ്ങളുമായി സംസാരിച്ചത്. സാങ്കേതികമായി അവർ പറഞ്ഞത് ശരിയാണ്. തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സീൻ അതിനകത്തുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ല. ചട്ടപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിനിമ ഒരു പവർഫുൾ മീഡിയമാണ് കേട്ടോ. പലപ്പോഴും അതിനെതിരെയുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ളൊരു പ്രൊപ്പഗാൻഡ സംവിധാനം തന്നെയാണ് സിനിമ. അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മളും കണ്ടതാണ് പല സിനിമകളും ദേശീയ തലത്തിൽ റിലീസ് ചെയ്യുന്ന ചില സിനിമകൾ ഹൈപ്പർ നാഷണലിസം, അമിത ദേശീയതയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ആരെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ.
അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചൊരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരം സിനിമകൾ എല്ലാത്തരം സിനിമകളും ഉണ്ടാവണം, പക്ഷേ മതവിദ്വേഷമോ വർഗീയതയോ ആളിക്കത്തിക്കുന്ന ഏതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ അതിന് സെൻസർ ബോർഡിന് കത്രിക വയ്ക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു ചരിത്ര വസ്തുത പറഞ്ഞു പോകുമ്പോൾ ഒരു വാർത്തയുടെ ഭാഗം ഇങ്ങനെ ട്രെയിലറായിട്ട് കാണിക്കുമ്പോൾ അത് കട്ട് ചെയ്യാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ തിരിച്ച് വിളിച്ച് ചില ആളുകൾ വിളിച്ചു പറയും, അതൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ലാലേട്ടൻ്റെ സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ള വലിയൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് ചില വിഭാഗങ്ങളിൽ. പക്ഷേ BJP അങ്ങോട്ട് നിലപാടെടുത്തിട്ടില്ല. ഇന്നലെ കോർ കമ്മിറ്റിയിൽ അങ്ങനെ അഭിപ്രായം വന്നു. പക്ഷേ BJP കോർ കമ്മിറ്റി ഇന്നലെ തീരുമാനിച്ചത് അത് വേണ്ടതില്ല എന്നാണ്. അങ്ങനെ സിനിമ ബഹിഷ്കരിക്കുന്നത് BJPയുടെ നയമല്ല എന്നാണ് BJP പറഞ്ഞത്. സിനിമയായി കണ്ടാൽ മതി എന്നുള്ളതാണ് BJPയുടെ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെയുമുള്ള രാഷ്ട്രീയ നിലപാട്.